ശംഖാസുരൻ അഥവാ പഞ്ചജൻ പ്രഭാസ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒരു ശംഖിനുള്ളിൽ വസിച്ചിരുന്ന ഒരു അസുരനായിരുന്നു. ശ്രീകൃഷ്ണൻ, ബലരാമൻ, സുദാമാവ് എന്നിവരുടെ ഗുരുവായിരുന്ന സാന്ദീപനി മഹർഷിയുടെ പുത്രനെ ശംഖാസുരൻ തട്ടിക്കൊണ്ടുപോയി. സാന്ദീപനി മഹർഷി തന്റെ ഗുരുദക്ഷിണയായി ശ്രീകൃഷ്ണനോട് തന്റെ പുത്രനെ വീണ്ടെടുത്തു കൊടുക്കണമെന്നു ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണനും ബലരാമനും സമുദ്രതീരത്ത് എത്തി സമുദ്രദേവനായ വരുണനെ പ്രത്യക്ഷമാക്കുകയും ഗുരുപുത്രനെ തട്ടിക്കൊണ്ടുപോയത് സമുദ്രത്തിനടിയിൽ വസിക്കുന്ന പഞ്ചജനാണെന്ന വിവരം ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ശ്രീകൃഷ്ണൻ സമുദ്രത്തിലേക്ക് അഗാധമായി പ്രവേശിച്ച് ശംഖാസുരനെ വധിക്കുകയും ശംഖിനുള്ളിൽ നിന്ന് ഗുരുപുത്രനെ രക്ഷിക്കുകയും ചെയ്തു. ശംഖാസുരൻ വസിച്ചിരുന്ന ശംഖ് പിന്നീട് കൃഷ്ണന്റെ കൈയിലെത്തുകയും അതിനു പാഞ്ചജന്യം എന്ന പേരുണ്ടാകുകയും ചെയ്തു. ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീകൃഷ്ണൻ ഓരോ തവണയും പാഞ്ചജന്യം മുഴക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് അതിന്റെ നാദം മരണസൂചനയാകുമെന്നാണ് കരുതുന്നത്.